സഭാകമ്പം. സഭാകമ്പം ഒരു രോഗമല്ല, അത് ഒരു വികാരമാണ്. എത്ര വലിയ പ്രസംഗകരിലും സഭാകമ്പമുണ്ട്. പ്രസംഗകലയുടെ രാജാവായ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്, നമുക്കറിയാം മഹാത്മാക്കളായ മഹാത്മാഗാന്ധി, വിൻസ്റ്റൺ ചർച്ചിൽ, എബ്രഹാം ലിങ്കൺ, വാറൻ ബഫറ്റ് ഇവരെല്ലാം സഭാകമ്പം നേരിട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൻ്റെ ആദ്യ പ്രസംഗത്തിൽ വിറയൽ മൂലം പ്രസംഗിക്കാൻ കഴിയാതെ തൻ്റെ അനുയായിയോട് എഴുതിക്കൊടുത്തത് വായിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മൂലം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ സ്വാതന്ത്ര്യ സമര പ്രസംഗത്തിൽ പങ്കെടുത്തു. വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പാർലമെൻ്ററി പ്രസംഗത്തിൽ അദ്ദേഹത്തിന് സഭാകമ്പം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ സംസാര വൈകല്യവും കൂടിയുണ്ട്. അതിനെയും അദ്ദേഹം പിന്നീട് അതിജീവിച്ചു. അതുപോലെ തന്നെ അബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കണും സഭാകമ്പം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹവും പിന്നീട് സഭാകമ്പത്തെ അതിജീവിച്ചു. വാറൻ ബഫറ്റ്, ലോകപ്രശസ്ത ബിസിനസ്സുകാരനായ വാറൻ ബഫറ്റ്, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ആളുകളെ കാണുമ്പോൾ ആളുകളോട് ഇടപഴകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് പഠിച്ച് അദ്ദേഹത്തിൻ്റെ സഭാകമ്പത്തെ മറികടന്നു.